നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയും പ്രവർത്തനവും ഇനി അതുമാത്രമാണ് ലോകജനതയ്ക്ക് മുന്നിലുള്ളത്. ചിന്തകൾക്കതീതമായി മരണനിരക്ക് ഉയരുകയാണ്. ലോകം മുഴുവനും ലോക്ക്ഡൌണിലാണ്. എന്നിരുന്നാൽ തന്നെയും കുതിച്ചുയർന്ന മരണനിരക്കിൽ നേതാക്കൾ പോലും നിസ്സഹായരായി നിൽക്കുന്നു. ദ്രുതഗതിയിൽ തന്നെ ഏവരെയും രക്ഷിക്കുക എന്നതാണ് അവരുടെയും ലക്ഷ്യം. എന്നാൽ പുറത്തുവരുന്ന കണക്കുകൾ ഏവരെയും നൊമ്പരത്തിലാഴ്ത്തുകയാണ്. ലോകം അതിജീവിച്ച സാർസിനെയും മെർസിനെയും പിന്തള്ളി കൊറോണ അതിവേഗം പടരുന്നു. കോവിഡ് ബാധിച്ച് ലോകത്താകെ മരിച്ചവരുടെ എണ്ണം 1,14,214 പിന്നിട്ട് കഴിഞ്ഞു. 18,52,686 പേർ രോഗബാധിതരാണ്. 50,758 പേരാണ് ഗുരുതര നിലയിലുള്ളത്. 4,23,479 പേർ രോഗമുക്തരായി. മരണസംഖ്യയിലും രോഗബാധിതരുടെ എണ്ണത്തിലും US ആണ് മുന്നിൽ. US-ൽ 22,108 പേരാണ് മരിച്ചിരിക്കുന്നത്. രോഗബാധിതർ 5,60,425. ന്യൂയോർക്കിൽ 9,385 പേർക്ക് മരണം സംഭവിച്ചു. 1,89,415 പേർ രോഗികളുമാണ്. ഇറ്റലിയിൽ 19,799 പേർ രോഗം ബാധിച്ചു മരിച്ചു. രോഗബാധിതരാണ്. സ്പെയിനിൽ 1,729 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 1,66,831 പേർ രോഗികളാണ്. ഫ്രാൻസിൽ 14,393 പേരാണ് മരിച്ചത്. രോഗബാധിതർ 1,32,591 പേരും. ബ്രിട്ടനിൽ മരണസംഖ്യ 10,000 കടന്നു. ഒടുവിലെ കണക്കുകൾ പ്രകാരം മരണസംഖ്യ 10,612 ആണ്. രാജ്യത്ത് 84,279 പേർ രോഗബാധിതരായിട്ടുണ്ട്. ജർമ്മനിയിൽ 3,202 പേർ മരിക്കുകയും 1,27,884 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിൽ 4,474 പേർക്ക് ജീവഹാനി സംഭവിച്ചു. ഔദ്യോഗിക കണക്ക് പ്രകാരം രാജ്യത്ത് 71,686 രോഗികളാണുള്ളത്. ചൈനയിൽ 3,341 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 82,160 പേർ രോഗബാധിതരാണ്. ബെൽജിയത്തിൽ 3,600 മരണങ്ങളും 29,647 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇത്തരത്തിലാണ് നിലവിലെ കണക്കുകൾ. എന്നാൽ ഇത് ക്രമാതീതമായി ഉയരുവാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.